ഇന്നത്തെ ടോപ്പിക് മുട്ടിന് ചുറ്റുമുള്ള ഫ്രാക്ചേഴ്സിനെ പറ്റിയാണ്. സ്പെസിഫിക് ആയിട്ട് തുടയുടെ എല്ലിൻ്റെ ജോയിൻറ്റിനകത്തുള്ള ഫ്രാക്ചേഴ്സ്. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് 3 എല്ലുകളുണ്ട് അവിടെ മുട്ടിൻ്റെ അവിടെ. തുടയുടെ എല്ലും, കാലിൻ്റെ എല്ലും, പിന്നെ ചിരട്ടയും. നമ്മൾ തുടയുടെ എല്ലിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്, 2 പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ്, നമ്മുടെ ബോഡിയിലെ ഏറ്റവും വലിയ എല്ലത്. സോ നീ ജോയിൻറ്റിൽ നല്ല ഫോഴ്സ് വരുന്നതല്ല. സെക്കൻഡ് പോയിൻറ്റ്, നീ ജോയിൻറ്റിന് ചുറ്റും നല്ല സ്ട്രോങ് മസിൽസ് ഉണ്ട്. സോ ജോയിൻറ്റിനകത്ത് ഫ്രാക്ചർ വന്നാൽ മസിലിൻ്റെ പുൾ കാരണം വളവ് വരാൻ സാധ്യതയുണ്ട്. സോ അതാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസിസ്. മുട്ട് വളയാൻ പാടില്ല, നീളം കുറയാൻ പാടില്ല, ജോയിൻറ്റ് കറക്റ്റായിട്ട് സർഫസ് ആയിട്ട് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. എങ്ങനെ അറിയാം നമുക്ക് ജോയിൻറ്റ് സ്ട്രേറ്റ് ആയാലാണ് കറക്റ്റ് ഫങ്ഷൻ കിട്ടുക. ചെറിയൊരു സ്റ്റെപ്പ് വന്നാൽ തേയ്മാനങ്ങൾ വരും. പേഷ്യൻ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴത്തെ എല്ല് തമ്മിൽ ഈ സ്റ്റെപ്പ് വന്ന കാരണം ഇത് ഉറഞ്ഞുകൊണ്ടിരിക്കും, പിന്നീട് നടക്കാൻ ബുദ്ധിമുട്ടാവും. ജോയിൻറ്റിലോ ഏത് ഫ്രാക്ചർ ആയാലും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എക്സ്റേ കഴിഞ്ഞിട്ട് CT സ്കാനാവും. 3 ഡയമെൻഷനിലായിട്ട് റീകൺസ്ട്രക്ഷൻ വേണം. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റെപ്പ് എത്രത്തോളം താഴ്ന്നു പോയി, എത്രത്തോളം വളഞ്ഞു പോയി, എത്രത്തോളം തിരിഞ്ഞു പോയി എന്നറിയാൻ എക്സ്റേയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സോ ഈ 3 പോയിൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മുട്ടിന് ചുറ്റുമുള്ള ഫ്രാക്ചേഴ്സ് യൂഷ്വലി ഓപ്പറേഷൻ വെച്ച് ശരിയാക്കേണ്ടി വരും. ചെയ്താൽ നല്ല റിസൾട്ടാണ്, കാരണം നമുക്ക് ഏറ്റവും പെട്ടെന്ന് ജോയിൻറ്റ് അനക്കാൻ പറ്റും. നേരെ മറിച്ച് ചെറിയൊരു സ്റ്റെപ്പ് വന്നാൽ, അല്ലെങ്കിൽ തിരിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ വളഞ്ഞു പോയാൽ, ജോയിൻറ്റിനകത്ത് ഈ ഇഷ്യൂസ് വന്നാൽ റിസൾട്ട് മോശമാവും. ചിലപ്പോൾ മുട്ട് മടക്കാൻ പറ്റിയെന്ന് വരില്ല, ഫുള്ളായിട്ട് മടക്കാൻ പറ്റിയെന്ന് വരില്ല, നടക്കാനും ബുദ്ധിമുട്ടാവും, പിന്നീട് തേയ്മാനങ്ങൾ വരും. താങ്ക് യു.